ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു പകൽക്കാലം നിങ്ങളുടെ മധ്യത്തിൽ ദൈവവചനവുമായി നിൽക്കുവാൻ ദൈവം നൽകിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. കടന്നു വന്നിരിക്കുന്ന എത്ര പേർക്ക് ദൈവത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു വാഗ്ദത്തം കിട്ടിയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ പണ്ടങ്ങാണ്ട് കിട്ടിയിട്ടുള്ളതല്ല, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിൽ ആ വാഗ്ദത്തം വെച്ച് പ്രാർത്ഥിക്കുകയാണ്, കാത്തിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു കൈയൊന്ന് ഉയർത്താവും. ദൈവം എനിക്കൊരു വാഗ്ദത്തം നൽകിയിട്ടുണ്ട്, ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്, അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ചിലരൊക്കെ ഇങ്ങനെ കൈയൊക്കെ പൊക്കുന്നവരുണ്ട്. മിക്കവാറും എല്ലാവരും കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. വാഗ്ദത്തം ഒന്നും ഇല്ല എന്ന് പറയുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഏറ്റവും വലിയ വാഗ്ദത്തം ദൈവം തന്നെ നമുക്ക് നൽകിയിട്ടുണ്ട്. യേശു ക്രിസ്തു വിശ്വസിക്കുന്ന ഏവനും രക്ഷ പ്രാപിക്കും. അത് പ്രാപിക്കാത്ത ആരെങ്കിലും ആ വാഗ്ദത്തം ഏറ്റെടുക്കുക, അത് നിങ്ങൾക്കുള്ള വാഗ്ദത്തമാണ്. വാഗ്ദത്തം ലഭിച്ചിട്ടുള്ളവരെല്ലാം ഒരു നിമിഷം ആ വാഗ്ദത്തം നൽകിയതിനായിട്ടൊന്ന് സ്തുതിക്കാമോ? കൈ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. കർത്താവേ, ഈ വാഗ്ദത്തം നൽകിയതിനായിട്ട് സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ കർത്താവേ, നീ വാഗ്ദത്തം നൽകിയതിനായിട്ട് സ്തോത്രം. എല്ലാവരും ഒന്ന് സ്തുതിച്ച് ആരാധിച്ചാട്ട്. ദൈവമേ, ഈ വാഗ്ദത്തത്തിനായിട്ട് നന്ദി കർത്താവേ. എൻ്റെ ജീവിതത്തിൽ നീ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന നിന്റെ പദ്ധതികൾ നീ എനിക്ക് മുന്നമേ വെളിപ്പെടുത്തി അതിൽ വിശ്വാസത്തോടെ നടന്നാൽ നിന്റെ മഹത്വം കാണാമെന്ന് പറഞ്ഞ് നീ എനിക്ക് വാഗ്ദത്തം നൽകിയതിനായിട്ട് സ്തോത്രം. വാഗ്ദത്തം നൽകിയതിനായിട്ട് സ്തോത്രം. എല്ലാ ആദരങ്ങളും സ്തുതിച്ചാട്ടെ, എല്ലാ ആദരങ്ങളും സ്തുതിച്ചാട്ടെ. ദൈവത്തിൻ്റെ വലിയ കരുണയാണ്, സ്നേഹമാണ് അവൻ നമുക്ക് വാഗ്ദത്തങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. അവന്റെ കരുതൽ, അവന്റെ കരുണ, അവന്റെ സ്നേഹം, അവന്റെ ദയ അവൻ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. കർത്താവെ സ്തോത്രം. നന്ദി കരേറ്റുന്നു കർത്താവെ, നന്ദി കരേറ്റുന്നു. അങ്ങേ ആരാധിക്കുന്നു കർത്താവെ, അങ്ങേ ആരാധിക്കുന്നു കർത്താവെ, അങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. നന്ദി കരേറ്റുന്നു കർത്താവെ, നന്ദി കരേറ്റുന്നു കർത്താവെ. സ്തോത്രം കർത്താവെ. നിന്റെ ജനത്തിന് നീ കൊടുത്തിരിക്കുന്ന വളരെ ശക്തമായ വാഗ്ദത്തങ്ങൾക്കായിട്ടും വെളിപ്പാടുകൾക്കായിട്ടും നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. നന്ദി കരേറ്റുന്നു കർത്താവെ, നന്ദി കരേറ്റുന്നു, നന്ദി കരേറ്റുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്താലും നന്ദി കരേറ്റുന്നു, നന്ദി കരേറ്റുന്നു, നന്ദി കരേറ്റുന്നു കർത്താവേ. ഹല്ലേലൂയ ജീസസ്, ഹല്ലേലൂയ ജീസസ്, ഹല്ലേലൂയ ജീസസ്. സ്തോത്രം, സ്തോത്രം. നന്ദി കരേറ്റുന്നു, നന്ദി കരേറ്റുന്നു. ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ ആ സന്തോഷത്തോടെ, ആ സ്തോത്രത്തോടെ തന്നെ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നേരത്തെ ഇവിടെ ഇരുന്നപ്പോൾ ആ ബാക്കിയിരിക്കുന്ന സാക്ഷ്യം പറഞ്ഞ ആൻറ്റി, എനിക്ക് ആൻറ്റിയുടെ പേര് അറിഞ്ഞുകൂടാ. ഈ സാക്ഷ്യം പറയുന്നതിന് മുമ്പ് ആൻറ്റി ഇങ്ങനെ കയറി ബാക്കി ഇരുന്നപ്പോൾ എനിക്ക് ദൈവം ഒരു വാഗ്ദത്തം വെളിപ്പെടുത്തി. അവിടെ ഞാൻ ആൻറ്റിയോട് വിളിച്ചു പറയാണ്, എനിക്ക് ദൈവം ഒരു വാക്കാണ് കാണിച്ചു തന്നത്. ആ വാക്ക് ഇതായിരുന്നു, ഓഹരി. ഓഹരി എന്നുള്ളൊരു വാക്കും അതിനുകൂടെ ചേർന്ന് എനിക്കൊരു വേദഭാഗം കാണിച്ചത് ഉൽപ്പത്തി 31 അധ്യായമാണ്. നിങ്ങളാരും എടുക്കണമെന്നില്ല. അവിടെ റാഹേലും ലേയും വന്ന് യാക്കോബിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് ഒരു ഓഹരിയും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അതിന് തൊട്ടു മുമ്പ് യാക്കോബിനോട് ദൈവം പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ബേഥേലിലെ ദൈവമാണ്, ലാബാൻ നിന്നോട് ചെയ്തിരിക്കുന്നതെല്ലാം ഞാൻ കണ്ടിരിക്കുന്നു, നീ ഇവിടെ വിട്ടു പോവുക എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ആൻറ്റിയോട് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു, സ്വന്തം വീട്ടിൽ നിന്നൊന്നും കിട്ടത്തില്ലായിരിക്കും, നമ്മുടെ പഴയ പാരമ്പര്യത്തിൽ നിന്നൊന്നും കിട്ടത്തില്ലായിരിക്കും, ദൈവം ഓഹരി കണ്ടിട്ടുണ്ട്. അത് ആൻറ്റിയോട് ഈ സാക്ഷ്യം ഒന്ന് കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായത് അത് പ്രവചനമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ആൻറ്റിയോട് പറയാൻ ആഗ്രഹിക്കുന്നു. ആ ഓഹരി ദൈവം കണ്ടിട്ടുണ്ട്. മക്കൾക്കായാലും വീടിനായാലും ഭാവിക്കായാലും ഓഹരി ദൈവം കണ്ടിട്ടുണ്ട്. ദൈവത്തെ സ്തുതിക്കാം, നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവത്തിൻ്റെ ആ കരുതൽ, ദൈവത്തിൻ്റെ ആ വലിയ കരുണയാണ് അവൻ വാഗ്ദത്തങ്ങൾ നമുക്ക് മുന്നമേ വെളിപ്പെടുത്തി തരുന്നത്. കർത്താവേ സ്തോത്രം, നന്ദി കരേറ്റുന്നു. വാഗ്ദത്തങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ അത് സംഭവിക്കാറില്ല. ഒരു കാലയളവുണ്ട്, ഒരു താമസമുണ്ട്, കാത്തിരിപ്പിന്റെ ഒരു കാലമുണ്ട്, അല്ലേ? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, വാഗ്ദത്തം പണ്ടെപ്പോഴെങ്കിലും ലഭിച്ചവരാണെങ്കിൽ കൈപൊക്കണ്ട. ഇപ്പോൾ ഒരു വാഗ്ദത്തത്തിന്റെ നിവർത്തിക്കായിട്ട് കാത്തിരിക്കുന്നവർ ദയവ് ചെയ്ത് കരം പൊക്കുക എന്ന് പറഞ്ഞത്. കാരണം ഈ കാത്തിരിപ്പിന്റെ സമയം നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് വചനത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഇന്നലെ ഈ ആലയത്തിൽ വന്ന് എന്ത് പ്രസംഗിക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം വെളിപ്പെടുത്തി തന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. കാത്തിരിപ്പിന്റെ കാലം, വാഗ്ദത്ത നിവൃത്തിക്കായിട്ട് നമ്മൾ കാത്തിരിക്കുമ്പോൾ വളരെ പ്രശ്നം പിടിച്ച ഒരു കാലയളവാണത്. ഒരുപാട് ആത്മീയ ചതിക്കുഴികളുണ്ട്. പലർക്കും പലപ്പോഴും പല തെറ്റുകളും പറ്റിപ്പോകാറുണ്ട്, അല്ലേ?
വാഗ്ദത്ത നിവൃത്തിക്കായിട്ട് നമ്മൾ ക്ഷമയോടെ കാത്തിരുന്നില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലെ. ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ വചനത്തിൽ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം, ഒരു ഉദാഹരണം, അബ്രഹാമിന് ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു, ഞാൻ നിനക്കൊരു സന്തതിയെ തരാമെന്ന്. പക്ഷെ കുറെ കാത്തിരുന്നപ്പോൾ അടുത്തപ്പോൾ എന്ത് ചെയ്തു? സ്വന്തമായിട്ടൊരു സന്തതി വേറൊരു സ്ത്രീ പോയി ഉണ്ടാക്കി അല്ലെ. അതിന്റെ അനന്തര ഫലങ്ങൾ എന്താണെന്ന് ഇന്നും നമ്മൾ ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ. എന്ന് പറഞ്ഞതുപോലെ സാത്താൻ ചില കുറുക്കു വഴികളൊക്കെ ആയിട്ട് വരും. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കാത്തിരിപ്പ് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു പരിപാടിയല്ല. വാഗ്ദത്തം ലഭിക്കുക എളുപ്പമുള്ള കാര്യമാണ്, കാരണം ദൈവം വെളിപ്പെടുത്തി അത് നമ്മളൊന്നും ചെയ്യേണ്ടതില്ല അല്ലേ. പക്ഷെ കാത്തിരിപ്പ് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വിഷയത്തിൽ ദൈവം പറയുന്ന ചില കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കാം. അതിനായിട്ട് ആദ്യം പഴയ നിയമത്തിൽ നിന്നൊരു വാക്യം വായിക്കാം, ഒരു കുറിവാക്യം. അത് കഴിഞ്ഞ് പുതിയ നിയമത്തിൽ നിന്നൊരു കുറിവാക്യവും വായിക്കാം. അപ്പോൾ എൻ്റെ വിഷയം കുറച്ചുകൂടെ എനിക്ക് വ്യക്തമാക്കുവാൻ കഴിയും. യെശയ്യാവിന്റെ പ്രവചനം 30-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം. യെശയ്യാവ് 30 അതിന്റെ 15 ആരെങ്കിലും ഒരാൾക്ക് വായിക്കാം. അല്ല എങ്കിലും നിങ്ങൾക്ക് മനസ്സില്ല എന്നാണ് അവിടെ പറഞ്ഞു നിൽക്കുന്നത്. നിങ്ങൾ കേട്ടോ, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനം തിരിഞ്ഞ് അടങ്ങി പാർത്താൽ നിങ്ങൾ രക്ഷ പ്രാപിക്കും. അത് കഴിഞ്ഞ് പറഞ്ഞിരിക്കുകയാണ്, വിശ്രമത്തിലും ആശ്രയത്തിലും നിങ്ങളുടെ ബലം. ഇവിടെ ഈ പറയുന്ന പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ കർത്താവ് തൻ്റെ ജനത്തോട് പറയുകയാണ്, നിങ്ങളെ തന്നെ സംരക്ഷിക്കുവാൻ വേണ്ടി കടന്നു വരുന്ന അശൂരാകട്ടെ രക്ഷ പ്രാപിക്കുവാൻ വേണ്ടിയിട്ട് അവരെന്താ ചെയ്യുന്നതെന്നറിയാം? അവർ മിസ്രൈമിന്റെ അടുക്കൽ പോവുകയാണ് അല്ലെ. 2-3 വാക്യങ്ങൾ ഞാൻ തന്നെ വായിക്കാം. ഫറവോന്റെ സംരക്ഷണയിൽ തങ്ങളെ തന്നെ സംരക്ഷിക്കേണ്ടതിനും മിസ്രൈമിന്റെ നിഴൽ ശരണം പ്രാപിക്കേണ്ടതിനും എന്റെ അരുളപ്പാട് ചോദിക്കാതെ മിസ്രൈമിലേക്ക് പോവുകയും ചെയ്യുന്ന മത്സരമുള്ള മക്കൾക്ക് അയ്യോ കഷ്ടമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ ഫറവോന്റെ സംരക്ഷണം നിങ്ങൾക്ക് നാണമായും മിസ്രൈമിന്റെ നിഴലിൽ ശരണം ലജ്ജയായും ഭവിക്കും. ദൈവത്തിന്റെ വാഗ്ദത്തവും വചനവും ഒക്കെ വിട്ടേച്ച് സ്വന്തം ശക്തിയിൽ ജഡത്തിൽ ആശ്രയിച്ച് പലതും നേടാമെന്നും പറഞ്ഞ് തെറ്റിത്തിരിഞ്ഞു പോയ ജനത്തോടാണ് കർത്താവ് നമ്മൾ നേരത്തെ വായിച്ച 15-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എന്താ ചെയ്യേണ്ടിയിരുന്നത്? നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് മനം തിരിഞ്ഞ് അടങ്ങി പാർക്കണം, ആശ്രയത്തിന്റെ വിശ്രമത്തിൽ ഇരിക്കുവാൻ പഠിക്കണം. പക്ഷെ നിങ്ങൾക്ക് മനസ്സില്ല. 16-ാമത്തെ വാക്യം, ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി ഓടിപ്പോകുമെന്ന് നിങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ ഓടിപ്പോകേണ്ടി വരും. ഞങ്ങൾ തുരങ്കങ്ങളിൽ മേൽ കയറിപ്പോകുമെന്ന് പറഞ്ഞു, അതുകൊണ്ട് നിങ്ങളെ പിന്തുടരുന്നവരും വേഗതയുള്ളവരായിരിക്കും. അതിൻ്റെ അടുത്ത വാക്യം, കുന്നിൻ പുറത്തൊരു കുടി പോലെയും നിങ്ങൾ ശേഷിക്കുന്നതുവരെ ഏകന്റെ ഭീഷണിയാൽ 1000 പേരും 5 പേരുടെ ഭീഷണിയാൽ നിങ്ങളൊക്കെയും ഓടിപ്പോകും. അതുകൊണ്ട് യഹോവ നിങ്ങളോട് കൃപ കാണിപ്പാൻ താമസിക്കുന്നു, അതുകൊണ്ട് അവൻ നിങ്ങളോട് കരുണ കാണിക്കാതെ വണ്ണം ഉയർന്നിരിക്കുന്നു. യഹോവ ന്യായത്തിന്റെ ദൈവമല്ലോ, അവനായി കാത്തിരിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. കേട്ടോ, നിങ്ങൾ കർത്താവിൽ അടങ്ങിപ്പാർക്കാതെ മിസ്രൈമിന്റെ പുറകെയും മറ്റു ദേശങ്ങളുടെയൊക്കെ പുറകെ പോകുന്നതുകൊണ്ട് എന്താ കുഴപ്പം? കർത്താവിന്റെ വാഗ്ദത്ത നിവൃത്തി താമസിക്കുന്നു. എല്ലാരും കേട്ടോ അത്? അതുകൊണ്ട് 18-ാം വാക്യം, അതുകൊണ്ട്, എന്തുകൊണ്ട്? നിങ്ങൾ അടങ്ങിപ്പാർക്കാതെ മനുഷ്യരുടെ പുറകെ ഓടിപ്പോകുന്നത് കൊണ്ട് വാഗ്ദത്ത നിവൃത്തി താമസിക്കുന്നു. നിങ്ങൾക്കോട് കൃപ കാണിപ്പാൻ യഹോവ താമസിക്കുന്നു. അപ്പൊ മനസ്സിലാക്കണം, വാഗ്ദത്ത നിവൃത്തി നമുക്ക് വേണമെങ്കിൽ താമസിപ്പിക്കാം. അയ്യോ പാസ്റ്ററെ കുറെ നാളായി പ്രാർത്ഥിച്ചു, ഒരു ഉത്തരവും കിട്ടുന്നില്ല. കയ്യിലിരിപ്പ് കൊണ്ടാണോ കിട്ടാത്ത? അത് പലപ്പോഴും ചോദിക്കാറില്ലല്ലേ. നമ്മൾ ആദ്യമേ പിശാച് തടഞ്ഞു വെച്ചു, മറ്റേത് മറിച്ചത് ഈ കോപ്രായം പറച്ചിൽ തുടങ്ങും. ആദ്യം ചോദിക്കേണ്ടത് എൻ്റെ കയ്യിലിരിപ്പ് കാരണമാണോ യഹോവ താമസിക്കുന്നത്? ഞാൻ വല്ലതിലേക്ക് പറയും, ഈ വാഗ്ദത്തം കിട്ടിയെന്ന് പറയുന്നുണ്ട്, വാഗ്ദത്തത്തിൽ വിശ്രമിക്കുന്നില്ല, അതിൽ തന്നെ സ്വസ്ഥമായി അടങ്ങിയിരിക്കുന്നില്ല. ദൈവം വാഗ്ദത്തം നൽകിയവൻ വിശ്വസ്തൻ, അവൻ പറഞ്ഞതുപോലെ അവൻ നിവർത്തിക്കുമെന്നും പറഞ്ഞ് അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല. ക്ഷമ കെട്ടേച്ച്
സ്വന്തം കയ്യിലിരിപ്പിന്റെ പുറകെ പോവുകയാണ്. അതാണ് ഇവിടെ ഇസ്രായേൽ ജനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവം അവരെ സംരക്ഷിക്കും, അല്ലെ നമ്മളെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച ദൈവത്തിന് ഇനി ഏത് അശൂരല്ല ആര് വന്നാലും വിടുവിക്കാൻ കഴിയുമെന്നും പറഞ്ഞ് സ്വസ്ഥതയോടെ വിശ്വാസത്തിൽ അടങ്ങിയിരിക്കാതെ സ്വന്തം പരിപാടികളൊക്കെ ചെയ്ത് അവരുടെ പുറകെ പോവുക. അപ്പോൾ കർത്താവ് പറയാണ്, നിങ്ങളോട് കൃപ കാണിക്കാൻ ഞാൻ താമസിക്കുന്നു, മാത്രമല്ല നിങ്ങൾ ഈ സഹായം തേടിപ്പോകുന്നവരുടെ സഹായം നിങ്ങൾക്ക് നാണമും ലജ്ജയും കെണിയുമായിട്ട് വന്ന് ഭവിക്കും. അപ്പൊ വാഗ്ദത്തം കിട്ടിയെന്ന് കൈപൊക്കിയവരൊക്കെ ഒന്നുകൂടെ ഓർക്കണം, ഈ വാഗ്ദത്തത്തിൽ നിങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ടോ? അത് പലപ്പോഴും നമ്മൾ കേൾക്കാറില്ല ഈ പ്രസംഗം, അല്ലേ? എബ്രായ ലേഖനത്തിന്റെ 6-ാം അധ്യായത്തിലേക്ക് കടക്കാം. പുതിയ നിയമത്തിൽ എബ്രായ ലേഖനം 6 അതിന്റെ 11-ഉം 12-ഉം. വായിച്ചാട്ടെ. ആ ആ ആ വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവർ. എത്ര പേർക്ക് താല്പര്യമുണ്ട് വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരായി മാറുവാൻ? എല്ലാവർക്കും താല്പര്യമുണ്ട്, അല്ലേ? വാഗ്ദത്തങ്ങൾ അവകാശമായി പ്രാപിക്കുവാൻ. ഇവിടെ പറഞ്ഞിരിക്കുന്ന കേട്ടോ, വാഗ്ദത്തങ്ങൾ അവകാശമായിട്ട് പ്രാപിക്കണമെങ്കിൽ വിശ്വാസം മാത്രം പോരാ. എല്ലാവരും കണ്ടോ അത്? വിശ്വാസത്തോടെ എന്ത് വേണം? ദീർഘക്ഷമയുള്ളവരായിരിക്കണം. ഇത് പലപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള കാര്യമില്ല. കാരണം എന്താ? നമ്മൾ ഈ അത്ഭുതവും അടയാളവും ഒക്കെ കണ്ട് ഇപ്പം നടത്തണം, ഇപ്പം ചെയ്തു തരണം, ഇന്ന് നടക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ക്ഷമ കെട്ടേച്ച് നമ്മൾ പറയുന്നത് അത് വലിയ, ഇന്നൊരു വാഗ്ദത്തം കിട്ടിയിട്ട് 3 വർഷം കഴിഞ്ഞ് കിട്ടുന്നതൊന്നും വലിയ വിശ്വാസമല്ല എന്നൊരു ചിന്ത നമ്മുടെ ഇടയിലുണ്ട്, ഒരു തെറ്റിദ്ധാരണയുണ്ട് നമ്മുടെ ഇടയിൽ, അല്ലേ? അയ്യോ 3 വർഷമായിട്ട് പ്രാർത്ഥിച്ചിട്ടൊന്നും കിട്ടുന്നില്ല, അയാൾ എന്തോ ദൈവഗീതമൊന്നും അല്ല ഈ പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞ് വാഗ്ദത്തമൊക്കെ ചുരുട്ടി മടക്കി വേറെ പരിപാടിക്ക് പോകുന്നവരുണ്ട്, അല്ലേ? ഇപ്പം ഞാനൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, 1 വർഷം കഴിഞ്ഞാൽ സൗഖ്യം കിട്ടത്തുള്ളൂ. നിങ്ങളെന്താ പറയും? ഈ പാസ്റ്റർക്ക് അത്ര വലിയ അഭിഷേകമൊന്നും ഇല്ലെന്ന് തോന്നുന്നു, മറ്റേ പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ ഇന്ന് സൗഖ്യമായിരുന്നു എന്നല്ലേ നമ്മൾ പറയുന്നേ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ വിശ്വാസത്തോടുകൂടെ എന്ത് വേണം? ദീർഘക്ഷമ വേണം. ശരിയായ വിശ്വാസം ദീർഘക്ഷമയോടുകൂടിയ വിശ്വാസമാണ്. മറ്റേതെന്താ അറിയോ? ബാലിശമായ പിടിവാശിയാണ്. അത് പക്വതയില്ലാത്ത വിശ്വാസമാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, ചിലരൊക്കെ രക്ഷിക്കപ്പെടുമ്പോൾ ഒരുപാട് അത്ഭുതം സംഭവിക്കും. കാരണം കർത്താവിന് അറിയാം, അവർ വെറും LKG ആണ് അവരൊക്കെ. അബ്രഹാമിന് എത്ര കാലം കാക്കേണ്ടി വന്നു? ദാവീദിന് എത്ര കാലം കാക്കേണ്ടി വന്നു? അപ്പൊ കാത്തിരിപ്പ് പക്വതയിലേക്ക് നമ്മളെ പടിപടിയായി കയറ്റുവാൻ വേണ്ടി കർത്താവ് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് 1-ാം ക്ലാസ്സിൽ എനിക്ക് കരഞ്ഞപ്പോൾ ഉടനെ പാല് കിട്ടി, 25-ാം വയസ്സിലും അങ്ങനെ പാല് കിട്ടണമെന്ന് പറഞ്ഞ് പിടിവാശിയെ പിടിക്കുകയാണ്. നമ്മളെന്ത് പറയും? പക്വത പ്രാപിച്ചിട്ടില്ല ഈ വിശ്വാസികളൊന്നും. എപ്പോഴും അത്ഭുതം, അല്ലേ? ഈ പാപം നീ അനുസരിക്കണം, ഈ പാപം വിട്ടും അനുസരിക്കണം, അത്ഭുതം നടക്കട്ടെ, കർത്താവ് ഈ പ്രലോഭനം അങ്ങ് എടുത്തോണ്ടങ്ങ് പോട്ടെ. ഇതാണ് കുഴപ്പം. ഈ അത്ഭുതം കണ്ട് പരിചയിച്ചു വെച്ചിട്ട് അവരുടെ വിചാരം നമ്മൾ ഒന്നും ചെയ്യേണ്ട, എല്ലാം കർത്താവ് ഇങ്ങനെ അത്ഭുതം ചെയ്തങ്ങ് നടത്തിക്കോളുമെന്നാണ്. അതിനല്ല കർത്താവ് വാഗ്ദത്തങ്ങൾ നൽകുന്നത്. വാഗ്ദത്തം അത്ഭുതത്തെ കുറിച്ചായിരിക്കും. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വാഗ്ദത്തം ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യുമെന്ന് തന്നെയായിരിക്കും. പക്ഷേ അത് കിട്ടിയ ഉടനെ അടുത്ത ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ അത് സംഭവിക്കണമെന്നില്ല. കർത്താവ് നമ്മളെ കാത്തിരിക്കുവാൻ പഠിപ്പിക്കും. ഇവിടെ കണ്ടോ, ആദ്യത്തെ വിശ്വാസം അല്ലെങ്കിൽ ആദ്യത്തെ ഉത്സാഹം അവസാനത്തോളം വരെ കാണിക്കുന്നവരായി, മന്ദതയില്ലാത്തവരായി മാറണം. നമ്മുടെ രക്ഷയുടെ കാര്യം തന്നെ എടുക്കുക. രക്ഷിക്കപ്പെട്ട അന്ന് തന്നെ നമ്മൾ സ്വർഗത്തിൽ പോകും? ഇല്ല. കാത്തിരിപ്പുണ്ടല്ലേ? 2000 വർഷമായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് കർത്താവ് മടങ്ങി വരാനായിട്ട്. കാത്തിരിപ്പിലൂടെ നമ്മുടെ വിശ്വാസം പക്വതയുള്ള വിശ്വാസമായിട്ട് മാറുകയാണ്. എന്തുകൊണ്ടാണ് കർത്താവ് 75 വയസ്സായ അബ്രഹാമിന് സന്തതി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് അടുത്ത വർഷമെങ്കിലും കൊടുക്കണ്ടേലേ? 75 എൻ്റെ സമയം ഒരുപാടായി, സമയമൊക്കെ കഴിഞ്ഞ് 75 വയസ്സിലല്ല അപ്പനാവേണ്ടത്, അല്ലേ? പിന്നെ ഒരു 25 വർഷം എന്തിനാണ്? എന്തിനു വേണ്ടിയിട്ടാ? ഈ അബ്രഹാമിന് മോനെ കിട്ടിക്കഴിഞ്ഞ് പിന്നെയും വിശ്വാസ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ മോനെ കൊണ്ടുപോയി മലയെ കൊടുക്കുകയൊക്കെ വേണം. അതിനൊക്കെ വേണ്ട പക്വത പ്രാപിച്ചിട്ടേ കർത്താവ് വാഗ്ദത്തം നിവർത്തി കൊടുക്കത്തുള്ളൂ. തക്ക സമയത്തെ കർത്താവ് പ്രവർത്തിക്കത്തുള്ളൂ. വാഗ്ദത്തം ലഭിച്ചു, നല്ല കാര്യം, പ്രത്യാശയ്ക്ക് വകയുണ്ട്. ഇനി എന്ത് ചെയ്യണം? അടങ്ങിപ്പാർക്കണം.
ആ വാഗ്ദത്തത്തിൽ എത്ര കാലമെടുത്താലും നിലനിൽക്കണം. അങ്ങനെ ദീർഘക്ഷമയുള്ള വിശ്വാസമാണ് സത്യവിശ്വാസം. അല്ലാതെ കണക്കുകൂട്ടി ക്ഷമ കാണിക്കുമ്പോൾ പോകാൻ പറ ദൈവത്തോട്. നമുക്ക് മിസ്രൈമിന്റെ പുറകെ പോകാം, നമുക്ക് ജഡത്തിൽ ആശ്രയിക്കാം. എത്രയോ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ സ്ഥിരം, പ്രത്യേകിച്ച് പൂർണ്ണസമയ ശുശ്രൂഷകന്മാരോട് ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ വിശ്വാസത്തിൽ ജീവിക്കുക. നിങ്ങൾ സാമ്പത്തിക കാര്യം കഴിയുമ്പോൾ വെറുതെ കർത്താവിനോട് മാത്രം പ്രാർത്ഥിക്കുക. എൻ്റെ ജീവിതം നോക്ക്, ഞാൻ അങ്ങനെയാണ് ജീവിച്ചത്, ഞാൻ ഇപ്പോഴും ജീവിക്കും. ഞാൻ ഒരാളോടും എൻ്റെ സാമ്പത്തിക കാര്യം പറയാറില്ല. നിങ്ങൾ കടമൊന്നും എടുക്കരുത്. ഇങ്ങനെ എത്ര പാസ്റ്റർമാരോട് പറയും. ആദ്യം 10 ദിവസമൊക്കെ പിടിച്ചേക്കും, പിന്നെ വന്നിട്ട് പറയും, പാസ്റ്ററെ കഴിഞ്ഞ ആഴ്ച ഞങ്ങളൊരു ലോൺ എടുത്തായിരുന്നു. നിങ്ങളോട് ആര് പറഞ്ഞു ലോൺ എടുക്കാൻ? നിങ്ങളോട് ആര് പറഞ്ഞു? നിങ്ങളിപ്പോൾ വിശ്വാസം ഇല്ലാത്തവരാണ്. നിങ്ങൾ പിന്നെ അടുത്ത സൺഡേ കയറി എങ്ങനെ പ്രസംഗിക്കും? ദൈവത്തിൽ ആശ്രയിക്കണം, ദൈവം നിങ്ങളെ വിടുവിക്കും. കള്ളന്മാരല്ലേ അപ്പം? ലോൺ എടുക്കാതെ കർത്താവിൽ മാത്രം ആശ്രയിക്കുക. അയ്യോ അത് പാസ്റ്ററെ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ വിശ്വാസം ഇല്ലെന്ന് ആദ്യമേ പറയണമായിരുന്നെങ്കിൽ പിന്നെ ജഡത്തിന്റെ വഴി പോക്കോ. ഇത് തുടങ്ങി വെച്ച് പിന്നെ പകുതി വഴി വെച്ച് നിർത്തി, ആശ്രയം മാറി, അല്ലേ? ഇതാ കുഴപ്പം. അതാ പറഞ്ഞത്, വാഗ്ദത്തം ലഭിച്ചാൽ എന്ത് ചെയ്യണം? ദീർഘക്ഷമയോടെ കാത്തിരിക്കണം. നമ്മളിത് പൊതുവെ കേൾക്കാറില്ല. വാഗ്ദത്ത നിവർത്തിക്ക് വേണ്ടിയുള്ള പ്രസംഗങ്ങളിലെല്ലാം വിശ്വാസത്തെക്കുറിച്ചാണ് പറയുന്നത്. വിശ്വാസം വളരെ പ്രാധാന്യമേറിയതാണ്. കഴിഞ്ഞ മാസം ഞാൻ വന്നപ്പോൾ ഞാൻ പ്രസംഗിച്ചത് മൊത്തം ആ വിശ്വാസത്തെക്കുറിച്ചാണ്. പക്ഷെ വാഗ്ദത്ത നിവർത്തിക്ക് വിശ്വാസത്തോടൊപ്പം വിശ്വാസത്തിൻ്റെതായ തന്നെ ഒരു ലക്ഷണമാണ് ദീർഘക്ഷമയുള്ള വിശ്വാസം. നമുക്ക് പൊതുവെ ക്ഷമയില്ലാത്തവരാണ്. വാഗ്ദത്തത്തിന്റെ വിഷയത്തിൽ മാത്രമൊന്നുമല്ല, ഒരു കാര്യത്തിലും ക്ഷമയില്ലാത്തവരാണ്, അല്ലേ? രാവിലേക്കുള്ള ഈ ആണുങ്ങളോട് ചോദിക്കട്ടെ, രാവിലെ എഴുന്നേറ്റ് 5 മിനിറ്റ് താമസിച്ച് കാപ്പി കിട്ടിയ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ചായ കുടിക്കണം, 5 മിനിറ്റ് താമസിച്ചു, ക്ഷമ പോയോ? അല്ലേ? പൊതുവെ ഭർത്താക്കന്മാർക്ക് ക്ഷമയൊക്കെ പോയി അപ്പം തന്നെ, അല്ലേ? ചില നിഷ്ഠകളുണ്ട് ചിലർക്ക്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് ഇത് ചെയ്യണം, അത് ചെയ്യണം, 5 മിനിറ്റ് താമസിച്ചാൽ മതി, ക്ഷമയൊക്കെ പോയി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ, പഴയ നിയമമായാലും പുതിയ നിയമമായാലും കർത്താവ് പറയുകയാണ്, അടങ്ങിപ്പാർക്കണം. ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, നമ്മൾ ഏഷ്യാ 30 കണ്ട ആ ഭാഷ കടമെടുത്തുകൊണ്ട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവാശ്രയത്തിൻ്റെ വിശ്രമം നിങ്ങൾ എത്ര പേർ അനുഭവിക്കുന്നുണ്ട്? ദൈവാശ്രയത്തിൻ്റെ വിശ്രമം എങ്ങനെ നമ്മൾ കാത്തിരിക്കേണ്ടത്? ദീർഘക്ഷമയോടെ കാത്തിരിക്കണം. പക്ഷെ എങ്ങനെ അത് പറ്റുന്നേ? വിശ്രമിക്കാൻ പഠിക്കണം. വിശ്രമിക്കുക. സ്വസ്ഥതയോടെ കാത്തിരിക്കാൻ പറ്റുന്നുണ്ടോ? വാഗ്ദത്തം ലഭിച്ചത് കൊണ്ട് ഇനി എത്ര വർഷം എടുത്താലും സ്വസ്ഥതയോടെ കാത്തിരിക്കും. അവിടെ അങ്ങനെ വലിയ ഈ സ്ട്രെസ്സും ടെൻഷനും ബഹളം വെക്കലും അങ്ങനെ ഒന്നുമില്ല, വേവലാതിയും ഒന്നുമില്ല. അങ്ങനെ വിശ്രമിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ വിശ്വാസം ഒന്നും ഉണ്ടെന്ന് പറയരുത്. കിടന്ന് ബഹളം വെക്കാൻ നമ്മളെല്ലാം മിടുക്കന്മാരാണ്. പെന്തക്കോസ്തുകാരുടെ ഒരു പ്രശ്നം ഇതാണ്, സ്വസ്ഥതയും വിശ്രമവും ഒക്കെ പാടാണ്. തുള്ളിച്ചാടലും ബഹളം വെക്കലും അതിനൊക്കെ നമ്മൾ മിടുക്കരാണ്. കാരണം അത് ജഡത്തിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ബഹളം വെക്കാൻ ആർക്കാ പറ്റാത്തത്, അല്ലേ? തുള്ളിച്ചാടാൻ ആർക്കാ പറ്റാത്തത്? കൈയും കാലും ഒക്കെ ഉള്ള ഇച്ചിരി നാണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമ്മളെല്ലാവരും തുള്ളാൻ മിടുക്കന്മാരാണ്. പക്ഷെ അടങ്ങിയിരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? അടങ്ങിയിരിക്കാൻ പറ്റുമോ? വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നു, വാഗ്ദത്ത നിവൃത്തി സംഭവിക്കുന്നില്ല. ദൈവസന്നിധിയിൽ ഉറപ്പോടെ ആദ്യ ഉത്സാഹം തന്നെ ഇപ്പോഴും ഉണ്ട്. അല്ലാതെ ഉത്സാഹം വാടിപ്പോവുകയല്ല. ദിവസങ്ങൾ കടന്നു പോകും തോറും ഉത്സാഹം ശോഷിച്ചു പോവുകയല്ല. അവസാനത്തോളം ആദ്യ വിശ്വാസവും ആദ്യ ഉത്സാഹവും കാണിക്കുന്നവർ, അല്ലേ? വാഗ്ദത്തം കിട്ടുന്ന ദിവസം ഉത്സാഹം. ദൈവം എന്നോട് സംസാരിച്ചു, 3 വർഷമായി സംഭവിക്കുന്നില്ല. അതേ ഉത്സാഹം കാണുമോ? എന്തുകൊണ്ടാണ് കാണാത്ത? വിശ്രമിക്കുന്നില്ല. ജഡത്തിൽ നിന്നാൽ ഉത്സാഹം വരത്തില്ല, ജഡത്തിൽ നിന്നാൽ സന്തോഷം വരത്തില്ല, ജഡത്തിൽ നിൽക്കുകയാണെങ്കിൽ ദീർഘക്ഷമ വരത്തില്ല. ദൈവത്തിൽ വിശ്രമിക്കുകയാണെങ്കിൽ പറ്റും. ഞാൻ പറയട്ടെ, എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ ഏറ്റവും പാടുപെടുന്ന ഒരു വിഷയം, ആരെ പഠിപ്പിക്കാൻ? പാസ്റ്റർമാരെയും പഠിപ്പിക്കാൻ പാടാണ്, വിശ്വാസികളെ പഠിപ്പിക്കാൻ പാടാണ്. ഇതാണ് ഏറ്റവും കഠിനമായ വിഷയം എനിക്ക് പഠിപ്പിക്കുവാൻ. വിശ്രമം, റെസ്റ്റിംഗ് ഇൻ ജീസസ്. യേശു ക്രിസ്തുവിൽ വിശ്രമിക്കുക. ആരെ കൊണ്ടും പറ്റുന്നില്ല. എല്ലാവരും ഇതാണ്, ഈ വേവലാതിയാണ് അവർക്ക്. അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല. അയ്യോ ഇത് സംഭവിച്ചില്ല, ഇത് എല്ലാം കാൽക്കുലേഷൻ്റെ ബേസിസിലാണ്. എൻ്റെ കണക്കുകൂട്ടുകൾക്ക് ഒത്തവണ്ണം ദൈവം ഓടിക്കണം. മനസ്സിലായില്ലേ? നമ്മൾ തന്നെ ഒരു ചതുരമൊക്കെ വരച്ചിട്ട് ഒരു വർഷ കണക്കൊക്കെ കൊടുത്തുകൊണ്ട് ഈ വർഷം ഇത് ചെയ്യണം, ആ വർഷം അത് ചെയ്യണം, ഇങ്ങനെ എന്നിട്ട് ഓടാൻ വിട്ടിരിക്കുക ദൈവത്തെ. അല്ലേ? കണ്ടിട്ടുണ്ടോ? ചില സ്ഥലങ്ങളിലൊക്കെ ഈ എലിയെ ഇങ്ങനെ ഒരു വട്ടത്തിനകത്തിട്ടിരിക്കും, എലി കിടന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും, അല്ലേ? കണ്ടിട്ടുണ്ടോ? എലി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സാധനം കിടന്ന് കറങ്ങും.
എന്ന് പറഞ്ഞാൽ ദൈവത്തെ നമ്മളിങ്ങനെ ഓടിപ്പിക്കുക. ദൈവം അങ്ങോട്ട് ഓട്, ദൈവം ഇങ്ങോട്ട് ഓട്, ഞാൻ പറയുന്ന സ്ഥലത്തെല്ലാം ദൈവം തുള്ളിക്കോണം, എൻ്റെ താളത്തിനൊത്ത് തുള്ളുകയാണെങ്കിൽ ദൈവം എത്ര നല്ലവൻ, ഞാനും വന്ന് സൺഡേ കുറച്ച് തുള്ളാം. നമ്മുടെ കണക്കുകൂട്ടലൊക്കെ തെറ്റിക്കുകയാണെങ്കിൽ ദൈവം നല്ലവനാണെന്ന് ആ സൺഡേയും വന്ന് തുള്ളിച്ചാടുമോ എന്നുള്ളതാണ് ചോദ്യം. ഒരു കണക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദ്യം എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് ദൈവത്തോട് സ്നേഹമുണ്ടെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട്? ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കണ്ടിട്ടുള്ള സ്നേഹമാണോ, ദൈവമെന്ന വ്യക്തിയോടാണോ നിങ്ങൾക്ക് സ്നേഹം? നമ്മുടെ സഹോദരിമാര് നമ്മൾ വാക്യം പറയുന്നതിന് മുമ്പ് നല്ലൊരു പാട്ട് പാടി. അത് തന്നെ ഈ ചോദ്യം. എൻ്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റിയത് കൊണ്ടല്ല, എൻ്റെ കാര്യങ്ങളൊക്കെ നടത്തി തന്നുകൊണ്ടല്ല, എനിക്ക് വേണ്ടി നീ മരിച്ചത് കൊണ്ട്, നിനക്ക് എന്നോടുള്ള വ്യക്തിപരമായ സ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് എന്തോന്നിനാ സ്നേഹം? ഇപ്പം ഞാനിപ്പോൾ ഈ പ്രസംഗമൊക്കെ ഒന്ന് മാറ്റി നിർത്തിട്ട് എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ, ആത്മാവിലൊന്ന് നമുക്കൊന്ന് ആരാധിക്കാൻ തുടങ്ങി. നിങ്ങളെല്ലാം ഉത്സാഹത്തോടെ തുള്ളും, നല്ല ബഹളം വെക്കും. എന്തുകൊണ്ട്? എന്താ ഉള്ളിലോട്ട് പെട്ടെന്ന് ഓടി വരുന്നേ? കർത്താവ് എന്ന് പറയുമ്പോൾ രോമാഞ്ചം വരുമെന്ന് പറയുന്നവരുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഈ രോമാഞ്ചം വരുന്നത്? കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ചെയ്ത പ്രവൃത്തികൾ ഓർത്തിട്ടാണോ? ദൈവം ഒന്നും ചെയ്തില്ലേലും ദൈവം എന്ന വ്യക്തി എനിക്ക് പ്രിയപ്പെട്ടവനായതുകൊണ്ടാണോ? ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് കർത്താവ് വാഗ്ദത്തം നൽകിയിട്ട് കാലതാമസം വരുത്തുന്നത്. അബ്രഹാമെ, നീ ഇസഹാക്കിനെ സ്നേഹിക്കുവാൻ വേണ്ടി വിളിച്ചവനല്ല, നീ എന്നെ സ്നേഹിക്കുവാൻ വേണ്ടി വിളിച്ചവനാണ്. ഞാൻ നിനക്ക് ഇസഹാക്കിനെ തരും, ഞാൻ നിനക്ക് സന്തതി പരമ്പരകളെ തരും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നീ അനുഗ്രഹങ്ങളെ സ്നേഹിക്കേണ്ടവനല്ല, എന്നെ സ്നേഹിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവനാണ്. നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം. യഹോവ ചെയ്യുന്ന വരദാനങ്ങളും അനുഗ്രഹങ്ങളെ സ്നേഹിക്കുവാനല്ല. അപ്പൊ അതാണ് ചോദ്യം. വാഗ്ദത്തം നൽകിയ ദൈവത്തിന് തോന്നുന്ന സമയം പ്രവർത്തിക്കട്ടെ. ദൈവത്തെ നിങ്ങൾ സ്നേഹിക്കുമോ? ദീർഘക്ഷമയോടെ കാത്തിരിക്കുമോ? ആദ്യ ഉത്സാഹം അവസാനത്തോളം കാണിക്കുമോ? അതോ കിട്ടുമെന്ന് വിചാരിച്ചത് കിട്ടിയില്ല, അപ്പൊ ആ കിട്ടുമെന്ന് വിചാരിച്ചതിനോടുള്ള സ്നേഹം കാരണം ദൈവത്തോട് അപ്രീതി. അല്ലേ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ദീർഘക്ഷമയുള്ള വിശ്വാസവും ദീർഘക്ഷമയും രണ്ട് കാര്യങ്ങളല്ല. വിശ്വാസവും ദീർഘക്ഷമയും ഒരു നാണയത്തിന്റെ രണ്ട് വശം പോലാണ്. വിശ്വാസം ഉണ്ടെങ്കിൽ ദീർഘക്ഷമ കാണും, ദീർഘക്ഷമ ഉണ്ടേലേ അത് വിശ്വാസം ഒന്നും പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ദീർഘക്ഷമയും വിശ്വാസവും ചേർന്ന് പോകുന്നതാണ്. ബൈബിളില് പഴയ നിയമമായാലും പുതിയ നിയമമായാലും ഈ ക്ഷമയില്ലാത്ത വ്യാജ വിശ്വാസത്തിന്റെ അടയാളമായിട്ട്, ഉദാഹരണമായിട്ട്, ദൃഷ്ടാന്തമായിട്ട് എടുത്തു സൂചിപ്പിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അതാണ് മരുഭൂമിയിലെ തലമുറ. അവരെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. മരുഭൂമിയിലെ തലമുറയെക്കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം. 95 സങ്കീർത്തനത്തിലേക്ക് ദയവേത് കടന്നു വരിക. 95 സങ്കീർത്തനം സാധാരണഗതിയിൽ ഞായറാഴ്ചകളിലൊക്കെ വായിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. അതിൻ്റെ ആദ്യത്തെ ഒരു 6-7 വാക്യങ്ങൾ വെച്ച് നിങ്ങൾ നിർത്തും. പിന്നെ അതിനപ്പുറത്തോട്ട് നമ്മൾ സൺഡേ വായിക്കാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഇഷ്ടമല്ല, അല്ലേ? 95 സങ്കീർത്തനം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. വരുവിൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. സൺഡേ രാവിലെ ആരാധന നയിക്കുന്നവർക്ക് ഇതുപോലെ നല്ല വാക്യങ്ങൾ വേറെയില്ല, അല്ലേ? അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തോത്രത്തോടെ കിടക്കുക എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നല്ല വാക്യങ്ങളാണ്, അല്ലേ? അങ്ങനെ 7-ാമത്തെ വാക്യം വരെ കൊള്ളാം, സൺഡേ രാവിലെ വായിക്കാൻ കൊള്ളാം, പിന്നെ വായിക്കത്തില്ല, അല്ലേ? പിന്നത്തത് നമുക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷെ അതാണ് കേൾക്കേണ്ടത്. ഇത്രയും വാഴ്ത്തുക, സ്തുതിക്കുക, ഉയർത്തുക, നമിക്കുക, മുട്ടുകുത്തുക എന്നെല്ലാം പറഞ്ഞേച്ച് സങ്കീർത്തനകാരൻ അതിൻ്റെ 8-ാമത്തെ വാക്യം മുതൽ പറയുകയാണ്, ഇന്നു നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മെരീബയിലെയും മരുഭൂമിയിൽ മസ്സാ നാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ച് എൻ്റെ പ്രവൃത്തി അവർ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. കേട്ടോ? മരുഭൂമിയിലെ തലമുറ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. മിസ്രയീമിൽ നിന്ന് ദൈവം വിടുവിച്ച ജനം എല്ലാവരും വാഗ്ദത്ത ദേശമായ കനാൻ നാട്ടിൽ കടന്നില്ല. ലക്ഷക്കണക്കിന് ജനം ഇറങ്ങി, 2 വ്യക്തികൾ അകത്തുപോയി, അല്ലേ? അതാണ് അതിൻ്റെ ആ കണക്ക്. 2 ലക്ഷം പേര് തുള്ളിച്ചാടി മിസ്രയീമിൽ നിന്ന് ഇറങ്ങി, അല്ലേ? പുറപ്പാട് 15 നമ്മൾ കാണുന്നുണ്ട്. മറിയം തപ്പൊക്കെ എടുത്ത് ഭയങ്കര ആരാധന, കൺവെൻഷനെ പോലും തകർക്കുന്ന ആരാധനയായിരുന്നു. പക്ഷേ
99% പേരും വാഗ്ദത്തം പ്രാപിക്കാതെ മരുഭൂമിയിൽ ദൈവക്രോധത്തിൽ നശിച്ചു. അതുകൊണ്ട് ആലയത്തിൽ വന്ന് ബഹളം വെക്കുന്നതിനൊന്നും ദൈവം മാർക്കൊന്നും തരത്തില്ല. ബഹളം വെക്കുന്ന 95 ചിലപ്പോൾ നശിച്ചു പോകും. അപ്പൊ എന്തോ വിഷയം? ബഹളമല്ല, വിശ്വാസമില്ലാത്ത ജനമായിരുന്നു. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടോ? അവർ, നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, പ്രവൃത്തി കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. നിരവധി പ്രാവശ്യം അത്ഭുതം. ഒരു ലോകത്തിലെ ഒരു ജനതയും കാണാത്തത്ര, ഇന്നും കണ്ടിട്ടില്ലാത്തത്ര അത്ഭുതം പ്രവർത്തിച്ച് കണ്ട ജനം. അടുത്ത പ്രശ്നം വരുമ്പം പച്ച മലയാളത്തിൽ പറയുന്ന പോലെ ചങ്കരം പിന്നെ തെങ്ങൻ തന്നെ എന്ന് പറഞ്ഞ പോലെ വീണ്ടും അവിശ്വാസം, അല്ലേ? അതാണ് അവിടെ പറഞ്ഞത്, എന്റെ പ്രവൃത്തി അവർ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. പ്രാർത്ഥനയ്ക്ക് ഉത്തരം വന്നിട്ടും ശോധന, അല്ലെ? അത്ഭുതങ്ങൾ കണ്ടിട്ടും ശോധന. ദൈവത്തെ പരീക്ഷിക്കുന്നു, ദൈവത്തെ സംശയിക്കുന്നു. അതുകൊണ്ട് എന്താ കർത്താവ് പറയുന്നത്? 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായിരുന്നു. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ജനമെന്നും എൻ്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്നും ഞാൻ പറഞ്ഞു. ആകയാൽ അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല. കേട്ടോ, വിശ്രമം, സ്വസ്ഥത, എൻ്റെ സ്വസ്ഥതയിൽ അവർ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. വിശ്വാസമില്ലാതെ ബഹളം വെക്കുന്ന, എന്നാൽ കാര്യത്തോടടുക്കുമ്പോൾ ഒരു പ്രതിബദ്ധതയും ഇല്ലാത്ത ജനത്തെക്കുറിച്ച് കർത്താവ് പറയുകയാണ്, നിങ്ങൾ എന്നെ പരീക്ഷിക്കുന്നു, എന്നെ ശോധന ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല. അല്ലേ? അവിടെ പറഞ്ഞിരിക്കുന്നത് മെരീബായിലും മസായിലും. ആ പശ്ചാത്തലം നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് വിചാരിക്കുന്നു. എങ്കിലും നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. പുറപ്പാട് 17 1 മുതൽ 7. പുറപ്പാട് 17 1 മുതൽ 7. അവിടെ ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. അതാണ് പ്രശ്നം. കലഹിക്കാൻ തുടങ്ങി. വെള്ളം താ എന്ന് പറഞ്ഞുകൊണ്ട്. യഹോവയെ എന്തിനായി പരീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ അർത്ഥം, ഇത്രത്തോളം സഹായിച്ച യഹോവയ്ക്ക് ഇനിയും സഹായിക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് അടങ്ങിയിരുന്നൂടെ? ഈ കിടന്ന് കലഹിക്കുന്ന എന്തിനാണ്? നന്നാ ദാഹിച്ചു. സാധാരണ ദാഹമല്ല, വളരെ ശക്തമായ മരുഭൂമി പ്രയാണത്തിൽ വരുന്ന ദാഹമൊന്നും സാധാരണ ദാഹമല്ല, അതിതീക്ഷ്ണമായ ദാഹമുണ്ടായിരുന്നു. മോശയുടെ നേരെ പിറുപിറുത്തു. ഈ വാഗ്ദത്തവും ഈ അത്ഭുതവും ഒക്കെ പ്രവർത്തിച്ച് ഇവിടം വരെ കൊണ്ടുവന്നത് പറ്റിക്കുകയായിരുന്നല്ലേ അപ്പോൾ, അല്ലേ? ഈ ഒരു വാഗ്ദത്ത നിവർത്തി നമ്മൾ കാണുന്നില്ല, വെള്ളമില്ലാതെ ചാവാനും പോവുക, അല്ലേ? നമ്മളെ പറ്റിക്കുകയായിരുന്നു. അപ്പൊ നീ എന്ന് പറഞ്ഞവൻ അവരെ കുറ്റം പറയാൻ തുടങ്ങി. അപ്പൊ മോശ പ്രാർത്ഥിക്കാൻ പോയി, ഇന്നലെ വിളിച്ചു. കല്ലെറിഞ്ഞ് കൊല്ലാൻ തയ്യാറായിട്ട് നിൽക്കുക ഈ ജനം. അങ്ങനെ പാറയടിച്ച് വെള്ളം പുറപ്പെടുവിക്കുന്നു. അത്ഭുതം ദൈവം പ്രവർത്തിക്കുന്നു. കണ്ടോ, ആ സ്ഥലത്തിന് പേര് വന്നത് എന്തുകൊണ്ടാണ്? അവര് കർത്താവിനെ പരീക്ഷിച്ചു. പക്ഷെ എന്ത് പറഞ്ഞ അവർ പരീക്ഷിച്ച്? നമ്മുടെ ഇടയിൽ യഹോവ ഉണ്ടോ എന്ന്. എന്തൊരു കന്നന്തിരിവ് ചോദ്യം അതല്ലേ? നമ്മുടെ ഇടയിൽ യഹോവ ഉണ്ടോ എന്ന്. ഈ ജനം ഇതെപ്പോഴാണ് ചോദിച്ചതെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണേ. പുറപ്പാട് 17 എന്ന് പറയുമ്പോൾ എന്തെല്ലാം സംഭവിച്ചെന്ന് നിങ്ങളൊന്ന് ഓർക്കണം. മിസ്രൈമിൽ 10 ബാധ അയച്ചു ദൈവം. മിസ്രൈമിന്റെ കടിഞ്ഞൂലിനെ ദൈവം കൊന്നു. മിസ്രൈമിലെ സൈന്യത്തെ
ചെങ്കടലിൽ മുക്കിക്കൊന്നു. ഇവർ ചെങ്കടൽ വിഭജിച്ച് നിലം പോലത്തെ തറയിലൂടെ കടന്നപ്പുറത്ത് കടന്നു. എല്ലാ ദിവസവും മന്ന പൊഴിക്കുന്നു. ഈ അത്ഭുതമൊക്കെ കണ്ട ജനമാണ് ചോദിക്കുന്നത്, അയ്യോ വെള്ളമില്ലല്ലേ, അപ്പൊ പിന്നെ നമ്മളോട് ദൈവമില്ല അല്ലേ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ചെയ്ത പ്രവർത്തികളെല്ലാം വിസ്മരിച്ചിട്ട് ഇപ്പൊ എനിക്ക് അത്ഭുതം ചെയ്യുന്നില്ലെങ്കിൽ ഈ ദൈവം ഒരു കാശിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് എഴുതി തള്ളുകയാണ്. 40 വർഷം എനിക്ക് അവരോട് നീരസം തോന്നിയെന്ന് കർത്താവ് പറയുന്നതിന്റെ കാരണം ഇതാണ്. എൻ്റെ പ്രവൃത്തികൾ കണ്ടിട്ടും, എൻ്റെ അത്ഭുതങ്ങൾ കണ്ടിട്ടും, പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം നീ കണ്ടിട്ടും ഇപ്പോഴും ഒരു പ്രതിസന്ധിയുടെ മുന്നിൽ വിശ്വാസമില്ല, അടങ്ങി പാർക്കുന്നില്ല, ദീർഘക്ഷമയില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന കാലയളവിൽ ദൈവം പ്രവർത്തിച്ചില്ലെങ്കിൽ ദൈവം നല്ലവനല്ല. അങ്ങനെയുള്ള വ്യക്തികളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മളങ്ങനാണോ? നമ്മളെങ്ങനാ? ഇവിടെ ഇരിക്കുന്ന ജനം എങ്ങനാ? ഇത് ചരിത്രത്തിൽ സംഭവിച്ച കാര്യം. നമ്മളെങ്ങനാ? കഴിഞ്ഞ കാലയളവിലൊക്കെ ദൈവം ചെയ്ത അത്ഭുതത്തിന്റെ എണ്ണം കൂടുന്തോറും വിശ്വാസത്തിന്റെ പക്വത കൂടുന്നുണ്ടോ? അതോ പഴയ പോലെ വാരി തന്നുകൊണ്ടിരിക്കണം ദൈവം? ഞാൻ പറയുന്ന സമയം എൻ്റെ പിടിഭാഷയ്ക്ക് ഒത്തവണ്ണം അത്ഭുതം ചെയ്തില്ലെങ്കിൽ ദൈവം കൊള്ളത്തില്ല. ഞാൻ പള്ളി വരുന്നതൊക്കെ അങ്ങ് നിർത്തും, കുറച്ച് കഴിയുമ്പോൾ പ്രാർത്ഥനയും നിർത്തും, ഞാൻ ലോകത്തിൽ പോകും, മിസ്രൈമിന്റെ സഹായം തേടും, ജഡത്തിലിറങ്ങും. അങ്ങനെയാണോ? എങ്കിൽ മരുഭൂമിയിലെ ഈ തലമുറയുടെ അന്ത്യം തന്നെ നമ്മുടെ അന്ത്യം അല്ലെ? യൂദായുടെ ലേഖനത്തിൽ അങ്ങനെ ഒരു വാക്യം തന്നെയുണ്ട്. പ്രിയ ജനമേ, നിങ്ങൾ ഓർക്കണം, മിസ്രൈമിൽ നിന്ന് യേശു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, കർത്താവോ യഹോവ എന്നല്ല. മിസ്രൈമിൽ നിന്ന് യേശു രക്ഷിച്ച ജനത്തെ പിന്നത്തേതിൽ അവൻ മരുഭൂമിയിൽ നശിപ്പിച്ചു കളഞ്ഞു. ഭയാനകമായ ഒരു വാക്യമാണ് അത്. പക്ഷേ ഇതുപോലെ ദൈവത്തോടൊരു കൂറുമില്ലാത്തവന്മാർക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലെ അത്ഭുതങ്ങളും പ്രാർത്ഥനയുടെ ഉത്തരങ്ങളും ഒക്കെ കണ്ടിട്ടും ഇപ്പോഴും പാലിശമായ പിടിവാശിയിൽ ദൈവം ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലൊക്കെ പ്രവർത്തിക്കണം, പ്രവർത്തിച്ചില്ലെങ്കിൽ ദൈവം വേണ്ട, ദൈവം ഒരു കാശിനും കൊള്ളത്തില്ല. ഈ ജനം പറഞ്ഞു കണ്ടില്ലേ, ഞങ്ങളുടെ ഇടയിൽ യഹോവയുണ്ടോ? നീ തപ്പൊക്കെ കൊട്ടി 15-ാം അധ്യായത്തിൽ പാടിയ ടീമാണ് അല്ലേ? ഒരു ബന്ധക്കോസുകാരും അതുപോലെ ആരാധിച്ചിട്ടൊന്നുമില്ല. 15-ാം അധ്യായം എടുത്ത് വായിക്കണം. മറിയം തപ്പൊക്കെ എടുത്ത് അടിച്ച് അവർ ഭൂമി കുലുക്കി. കാരണം എന്താ? നമ്മൾ ചെങ്കടൽ മുറിച്ചതാ ഇപ്പുറത്ത് കടന്നു വന്നിരിക്കുന്നു. ആ ജനം എന്തോ കിട്ടാത്തപ്പം, ആത്മീയമായ അനുഗ്രഹമൊന്നും കിട്ടാത്തപ്പോഴല്ല, വെറും വെള്ളം കിട്ടാത്തപ്പോൾ തീർന്നു അവരുടെ വിശ്വാസം. ഞങ്ങളുടെ ഇടയിൽ യഹോവയുണ്ടോ? ഞങ്ങളെ കൊല്ലാനായിട്ട് കൊണ്ടുവന്ന, ഞങ്ങളെ പറ്റിക്കാനായിട്ട് കൊണ്ടുവന്നതാ. വാക്കത്വം ഒന്നും നടക്കാനൊന്നും പോകുന്നൊന്നുമില്ല. ചുമ്മാ ഓരോ കള്ളന്മാർ ഓരോ ദൂതൊക്കെ പറയും അല്ലേ? നിരാശ പൂണ്ടിട്ട് നമ്മളും ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടില്ലേ? അവിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞിട്ടില്ലേ? എന്തുവാ ദൈവത്തിന്റെ മറുപടി എന്നറിയാവോ? നിങ്ങൾക്കറിയാവോ അത്? പുതിയ നിയമമാകട്ടെ പഴയ നിയമമാകട്ടെ, ഏതെങ്കിലും ഒരു വ്യക്തി നിരുത്സാഹപ്പെട്ടിട്ട് കർത്താവേ വയ്യ, ഭയങ്കര പാടിതെന്തോന്ന്, ഇത് എത്ര പ്രാവശ്യം ഞാനിങ്ങനെ കാത്തിരിക്കണം, പ്രാർത്ഥിക്കണം, എൻ്റെ എല്ലാം സഹി കെടുന്ന് കർത്താവേ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ചു നേരം ദേഷ്യപ്പെടാൻ പോവാന്ന് പറയുമ്പം കർത്താവ് വന്നിട്ട് തലോടി, മോനെ എനിക്ക് മനസ്സിലാകുന്നു എന്നാണോ പറയുന്നത്? ഒരിക്കലുമില്ല. ഒരിടത്തും അങ്ങനെ വായിക്കുന്നില്ല. 95-ാം സങ്കീർത്തനത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, നന്നേ ദാഹിച്ച ജനം യഹോവ നമ്മുടെ ഇടയിലുണ്ടോ എന്ന് ചോദിച്ചത് കർത്താവ് പറയാണ്, എനിക്ക് 40 ആണ്ട് ഈ ജനത്തോട് നീരസം തോന്നി. അവിശ്വാസം വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ കർത്താവെ മനസ്സലിയണമേ, കർത്താവെ സഹതാപം തോന്നണമെന്ന് പറഞ്ഞാൽ കർത്താവിന് ഒരു മനസ്സലിവും ഇല്ല, സഹതാപവും ഇല്ല. വിശ്വാസത്തിൽ നമുക്ക് വേണ്ടി ദൈവത്തോട് പറയാം, കർത്താവെ വലിയ ബുദ്ധിമുട്ടായത് കേട്ടോ, സഹായിക്കണേ എന്ന് പറയാം. അത് വേറെ, അത് അഭ്യർത്ഥന. കുറ്റം പറച്ചിലും ശോധന ചെയ്യലും പരീക്ഷിക്കലും പാടില്ല. എത്ര കഠിനമായ ശോധനയിലൂടെ നമ്മൾ കടന്നുപോയാലും ദൈവത്തെ അവിശ്വസിക്കുവാൻ പാടില്ല. ദൈവത്തിനെതിരെ വിരല് ചൂണ്ടി ചോദ്യം ചെയ്യാൻ പാടില്ല. നീ എന്തോ കർത്താവ് ചെയ്യുന്ന എന്നെ കൊണ്ട് എന്ന് ചോദിക്കാൻ പാടില്ല. അത് ദൈവത്തിന്റെ നന്മയെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. അവന്റെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. അവന്റെ ജ്ഞാനത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. അവനൊന്നും അറിഞ്ഞൂടെ, എനിക്ക് അറിയാവെന്ന് പറയുന്നതിന് തുല്യമാണ്. അത് അഹങ്കാരമാണ്, അത് നിഗളമാണ്, അത് മത്സര ബുദ്ധിയാണ്. അതുകൊണ്ടാണ് പിന്നീട് ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ മസായിൽ ദൈവത്തെ യഹോവയെ പരീക്ഷിച്ചതുപോലെ പരീക്ഷിക്കരുത്. ആ വാക്യമാണ് കർത്താവ് പിന്നെ തൻ്റെ മരുഭൂമിയിലെ പരീക്ഷയുടെ മധ്യത്തിൽ പിശാചിനോട് പറഞ്ഞത്, നിന്റെ ദൈവമായ യഹോവയെ പരീക്ഷിക്കാൻ പാടില്ല. എന്തോ പിശാച് ചെയ്തത്? ആലയത്തിന്റെ മണ്ടയിൽപ്പെട്ട് പറഞ്ഞു, എടുത്ത് ചാടിക്കോ, വാക്തത്വമുണ്ട് അല്ലേ? വാക്തത്വം ഉണ്ടെങ്കിൽ ഏത് നിമിഷവും എടുത്ത് ചാടാം. ചാടാനുള്ള വാക്യമല്ലായിരുന്നത് അല്ലേ?
നീ വീഴുകയാണെങ്കിൽ നിന്നെ താങ്ങുവാൻ ദൂതന്മാരെ അവൻ നിയമിക്കുമെന്ന് 91 സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് ചാടാനല്ല, വീഴുകയാണെ പിടിക്കുമെന്ന് പറയാനാ. വീഴുകയാണെങ്കിൽ പിടിക്കുമെന്നുള്ള വാഗ്ദത്തം എടുത്ത് ചാടിക്കോ പിടിക്കുമെന്ന് പിശാച് വളച്ചൊടിച്ചു. അപ്പൊ കർത്താവ് പറയാണ്, എനിക്ക് ചാടിയൊന്നും എൻ്റെ പിതാവിന് എന്നോടുള്ള സ്നേഹം തെളിയിക്കേണ്ട ഒരാവശ്യവുമില്ല. ഞാൻ അവനിൽ അടങ്ങി പാർക്കും. ആവശ്യമുണ്ടെങ്കിൽ ദൈവം പ്രവർത്തിച്ചോളും, ആവശ്യമില്ല അവൻ പ്രവർത്തിക്കണ്ട. അങ്ങനെ അത്ഭുതം കണ്ടൊന്നും എനിക്ക് എൻ്റെ പിതാവിൽ വിശ്വാസം വരേണ്ട ആവശ്യമൊന്നുമില്ല. അവൻ പ്രവർത്തിച്ചില്ലേലും എനിക്ക് വിശ്വാസമുണ്ട്. നിങ്ങളുടെ വിശ്വാസം എങ്ങനത്തെ വിശ്വാസമാണ്? അത്ഭുതം കണ്ടാലേ വിശ്വസിക്കത്തുള്ളൂ, അതോ വ്യക്തിയെ കണ്ടതുകൊണ്ട് എനിക്ക് വിശ്വാസമുണ്ട്? ഏത് വിശ്വാസമാണ് നിങ്ങളുടെ? യഹോവ എന്ന വ്യക്തി, യേശു എന്ന വ്യക്തിയെ എനിക്കറിയാം. അവൻ എന്നോടൊന്നും പറഞ്ഞില്ലേലും, അവൻ എൻ്റെ ജീവിതത്തിൽ ഒന്നും പ്രവർത്തിച്ചില്ലേലും, പ്രത്യക്ഷമായിട്ട് അവൻ്റെ ഒരു കാര്യവും ഞാൻ കാണുന്നില്ലേലും, അവൻ എന്ന വ്യക്തിയിൽ ഞാൻ വിശ്വാസം വെച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ അവനിൽ തന്നെ അടങ്ങിപ്പാർക്കും. അതാണ് ശരിയായ വ്യക്തിപരമായ വിശ്വാസം. മറ്റേത് കർത്താവിൻ്റെ കരത്തിലുള്ള വിശ്വാസം അല്ലേ? എബ്രായ ലേഖനത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നുണ്ട്, എന്താണ് വിശ്വാസം? വിശ്വാസമുള്ളവൻ ദൈവത്തിന്റെ അടുക്കൽ വരുമ്പോൾ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. പിന്നെന്താ വിശ്വസിക്കേണ്ടത്? തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം അരുളുമെന്നും വിശ്വസിക്കണം. ആരെ അന്വേഷിക്കുന്നവൻ? തന്നെ അന്വേഷിക്കുന്നവൻ, ദൈവത്തെ അന്വേഷിക്കുന്നവൻ. അല്ലാതെ ദൈവം തരുന്ന കാര്യങ്ങളും ദൈവത്തിന്റെ കരവും ദൈവത്തിന്റെ ശക്തിയും ഒന്നുമല്ല. ദൈവം എന്ന വ്യക്തിയെ അന്വേഷിക്കുന്നവന് ദൈവം പ്രതിഫലം അരുളും. നിങ്ങൾ ആരെ അന്വേഷിക്കുന്നത്? നിങ്ങളുടെ വിശ്വാസത്തിന്റെ കേന്ദ്ര ബിന്ദു എന്തുവാ? അത്ഭുതം ചെയ്യും, അടയാളം ചെയ്യും എന്ന് പറയുന്നതാണോ, അതോ ദൈവം എന്ന് പറയുന്ന വ്യക്തിയെ എനിക്ക് വ്യക്തിപരമായി അറിയാം? എൻ്റെ അപ്പനെ എനിക്ക് വ്യക്തിപരമായി അറിയാമെങ്കിൽ അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്ന സമയത്തൊന്നും പ്രവർത്തിച്ചില്ലേലും ഞാൻ അപ്പനുമായിട്ടുള്ള ബന്ധം പുലർത്തത്തില്ല അല്ലേ? ഇപ്പം അപ്പൻ എന്നോട് പറയുകയാണ്, മോനെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു ചോക്ലേറ്റ് വാങ്ങിച്ചു തരാം. സാധാരണ പിള്ളേർ നമുക്ക് പിന്നെ ഒരു സമാധാനം തരത്തില്ല അത് വാങ്ങിച്ചു കൊടുക്കുന്നവരെ അല്ലേ? ഇങ്ങനെ എവിടെ ചോക്ലേറ്റ് ചോദിച്ചുകൊണ്ടിരിക്കും അല്ലേ? ഒരു 10-30 വയസ്സായ ഒരു ചെറുക്കനാണെങ്കിൽ എന്താ പറയും? അത് വാങ്ങിച്ചു തരുമല്ലോ, പിന്നെന്തോ കാത്തിരിക്കാം അല്ലേ? അപ്പനല്ലേ പറഞ്ഞത്. വല്ല വഴിയെ പോകുന്നവനും പറഞ്ഞാൽ എനിക്ക് വിശ്വാസമില്ല, വഴിയെ പോകുന്നവൻ പറഞ്ഞാൽ എനിക്ക് വിശ്വാസമില്ല. എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞാൽ എനിക്ക് ഉറപ്പുണ്ട്. ബന്ധം നിമിത്തം ഉറപ്പ്, മറ്റേത് കണ്ടത്, പ്രവൃത്തി കണ്ടത് നിമിത്തമുള്ള ഉറപ്പ്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഏതാ നിങ്ങളുടെയൊക്കെ വിശ്വാസം? നിങ്ങളുടെയൊക്കെ വിശ്വാസം ഏതാണ്? കർത്താവ് എന്ന് പറയുന്ന വ്യക്തിയിലുള്ള വിശ്വാസമാണ്. സമയം കടന്നു പോകുന്നതുകൊണ്ട് ഞാൻ വേഗം മുന്നോട്ട് നീങ്ങട്ടെ. ഈ 95 സങ്കീർത്തനത്തെ നമ്മൾ പുതിയ നിയമത്തിൽ എബ്രായ ലേഖനം 3-ലും 4-ലും അതിൻ്റെ വ്യാഖ്യാനം എന്താണ്, അതിൻ്റെ ആത്മീയ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. വേഗത്തിൽ അതൊന്ന് നോക്കാം. 95 സങ്കീർത്തനം അതിൻ്റെ ലേഖനകർത്താവ് ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത് പോലെ എന്ന് പറഞ്ഞിട്ട് പിന്നെ 11-ാമത്തെ വാക്യം വരെ നമ്മളിപ്പോൾ വായിച്ചു കേട്ട 95 സങ്കീർത്തനത്തിലെ വാക്യങ്ങളാണ്. അതിനുശേഷമുള്ള 12 മുതൽ അതിൻ്റെ അവസാനം 18 വരെ ഒന്ന് വായിക്കാം. കണ്ടോ, അവരുടെ പ്രശ്നം എന്തായിരുന്നു? അവരുടെ പ്രശ്നം അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. പാപത്താൽ ചതിക്കപ്പെട്ട് അനുസരണം കെട്ടവരും വിശ്വാസമില്ലാത്ത അവിശ്വാസത്തിന്റെ ദുഷ്ടഹൃദയമുള്ളവരുമായിരുന്നു. അപ്പൊ അത് ഒരു ഉദാഹരണമായിട്ട്, ഒരു ദൃഷ്ടാന്തമായിട്ട് എടുത്തു കാണിച്ചിട്ട് നമ്മളോടുള്ള പ്രബോധനം ഇതാണ്: ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ.
അത് രക്ഷയുടെ വിഷയമായാലും അല്ല മറ്റെന്തെങ്കിലും വിഷയത്തിലും ദൈവം വാഗ്ദത്തം നൽകിയാൽ ഇതാണ് കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ആദ്യ വിശ്വാസം അവസാനത്തോളം നമ്മൾ കാത്തു സൂക്ഷിക്കണം. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ദീർഘക്ഷമ എന്ന് പറയുന്നത്. അതിനെന്ത് ആവശ്യമാണ്? കർത്താവിൽ വിശ്രമിക്കണം. അതുകൊണ്ടാണ് അടുത്ത അധ്യായം 4-ാം അധ്യായത്തിൽ തുടർന്നും അതിന്റെ ലേഖനകർത്താവ് ഇങ്ങനെ പറയുന്നത്, 1-ാമത്തെ വാക്യം, അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ, അത് ഇതുവരെയും പ്രാപിച്ചിട്ടില്ല, പഴയ നിയമ ഭക്തന്മാർ കയറിയില്ല, ഇപ്പോൾ നമുക്കായിട്ട് അത് ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയെന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. അപ്പോൾ ഈ വിശ്രമം എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ നമ്മൾ വിചാരിക്കും കാനാൻ ദേശത്തിൽ പോയി വീട് തൊട്ട് താമസിച്ച് കിടക്കുന്ന കാര്യമാണ്. പക്ഷെ അതല്ല, ആ വിശ്രമമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണം അങ്ങനെയാണെങ്കിൽ അത് നമുക്കുള്ളതല്ല. നമ്മൾ കാനാൻ ദേശത്ത് പോയി വീട് വെക്കാൻ പോകുന്നവരല്ല, അല്ലേ? ഇത് ഭൗതികമായ വിശ്രമത്തെക്കുറിച്ചോ ഒരു വാഗ്ദത്ത ദേശത്തെക്കുറിച്ചല്ല, കർത്താവിൽ വിശ്രമിക്കുന്നതിനെ കുറിച്ചാണ്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ആ സുവിശേഷം, 2-ാമത്തെ വാക്യത്തിൽ, ആ സുവിശേഷം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നമ്മളും ലഭിക്കാതെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് നാം ഭയപ്പെടണം. അതിന്റെ 10-11 വാക്യങ്ങൾ 4-ാം അധ്യായം. ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്നെന്ന പോലെ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തന്റെ പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായി തീർന്നു. കണ്ടോ? ഈ സ്വസ്ഥത അല്ലെങ്കിൽ വിശ്രമം എന്ന് പറയുന്നത് കർത്താവ് സൃഷ്ടിയുടെ ആ സംഭവത്തിൽ 7-ാം നാൾ വിശ്രമിച്ച് കടന്ന് പ്രവേശിച്ച് കയറി ആ വിശ്രമത്തിലേക്ക് നമ്മളും കയറണം. അവൻ പ്രവൃത്തി നിർത്തി വിശ്രമിച്ചതുപോലെ നമ്മളും ജഡത്തിൻ്റെതായ ആശ്രയത്തിലും പ്രവൃത്തികളിൽ നിന്നും വിരമിച്ച് അവനിൽ വിശ്രമിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, വിശ്വാസത്താലുള്ള വിശ്രമമാണ്, അല്ലെ? രക്ഷിക്കപ്പെടുവാൻ സൽപ്രവൃത്തികൾ വേണ്ട എന്ന് വിശ്വസിക്കുന്നവരെല്ലാം ഒന്ന് കൈപൊക്കിക്കേ. വിശ്വാസവും വിശ്വാസത്തിന്റെ പ്രവൃത്തികളെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. നീതി പ്രവൃത്തികൾ, സൽപ്രവൃത്തികൾ, മതപരമായ ഭക്തി, അത് വേണോ അതോ യേശുവിലുള്ള വിശ്വാസം മാത്രം മതിയോ? ആരെങ്കിലും ഒന്ന് കൈപൊക്കട്ടെ. ഇത് ക്രിസ്തീയ സഭയാണോ അതോ വേറെ വല്ല സ്ഥലമാണോ? ഇത് ഒരു വ്യക്തി കൈപൊക്കി. താങ്ക് യു ആൻറ്റി. അപ്പോൾ ആ വ്യക്തിയോട് ഞാൻ പ്രശ്നിക്കാം. ബാക്കി നിങ്ങളൊക്കെ പോയി രക്ഷിക്കപ്പെടണം ആദ്യം, കേട്ടോ? അയ്യോ, തെറ്റിപ്പോയി. യേശു ക്രിസ്തുവിൽ പ്രവൃത്തികൾക്കൊരു സ്ഥാനവുമില്ല. മരിച്ച വിശ്വാസം പ്രവൃത്തികൾ ഉളവാക്കത്തില്ല, ജീവനുള്ള വിശ്വാസം. ആ പ്രവൃത്തിയെ കുറിച്ചല്ല ഈ പറയുന്നത്. രക്ഷിക്കപ്പെടുവാൻ, നീതീകരിക്കപ്പെടുവാൻ പ്രവൃത്തികൾക്കൊരു സ്ഥാനവുമില്ല. കർത്താവേ, ഞാനിവിടെ വന്ന് കഴിഞ്ഞ കാലം എന്നൊക്കെ പ്രസംഗിച്ചതൊക്കെ ചുമ്മാതായി പോയി. അതൊക്കെ നിങ്ങൾക്ക് ടൂ മച്ച്. നിങ്ങൾക്ക് ABCD പോലും അറിഞ്ഞൂടെ പോയോ? പാസ്റ്ററെ, അടുത്ത ആഴ്ച ഒരു സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങളൊക്കെ മരുഭൂമിയിലെ തലമുറ പോലെ നശിച്ചു പോകും. നിങ്ങളുടെ പ്രവൃത്തിയിലാണ് നിങ്ങൾ ആശ്രയിക്കുന്നതെങ്കിൽ മരിച്ചു പോകും. ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്, ഇത് കളി തമാശയല്ല, കോമഡി അല്ല. യേശു ക്രിസ്തുവിൽ മാത്രം വിശ്വസിച്ച് അടങ്ങിപ്പാർക്കുന്നവനെ രക്ഷ പ്രാപിക്കത്തുള്ളൂ. സ്വന്തം പ്രവൃത്തിയിലും മതപരമായ ഭക്തിയിലും, അത് പെന്തക്കോസ്ത് സഭയിലെ മതപരമായ ഭക്തിയിലുമാണ് നിങ്ങൾ ആശ്രയിക്കുന്നതെങ്കിൽ നശിച്ചു പോകും. പരീശനും ചുങ്കക്കാരനും ആലയത്തിൽ കടന്നു വന്നു. കർത്താവ് ചോദിച്ചു, ആര് നീതീകരണം പ്രാപിച്ചു വീട്ടിൽ പോയി? പരീശനല്ല. 2 ദിവസം ഉപവസിക്കും, പാതാരം കൊടുക്കും. തികഞ്ഞ പെന്തക്കോസ്തുകാരൻ നശിച്ചു പോകും. അവന്റെ ആശ്രയം അവന്റെ പ്രവൃത്തികളിലാണ്, യേശു ക്രിസ്തുവിലല്ല. വിശ്വാസത്താൽ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉളവാകണമെന്ന് പറയുന്നത് ശരി തന്നെ. പക്ഷെ ആ പ്രവൃത്തികളിൽ വെച്ചിട്ടല്ല കർത്താവ് നമ്മളെ രക്ഷിക്കുന്നത്. പ്രിയ ജനമേ, ഇത് വളരെ ഗൗരവമേറിയ വിഷയമാണ്. പ്രാർത്ഥിച്ച് വീട് കിട്ടി, പ്രാർത്ഥിച്ച് സൗഖ്യം കിട്ടി, പ്രാർത്ഥിച്ച് ഭൂതം പോയി, ഇതൊക്കെ പറയുന്നവരും നരകത്തിൽ കാണും. എത്രയോ പേര് യേശു ക്രിസ്തുവിന്റെ അടുക്ക വന്ന് അത്ഭുതം പ്രാപിച്ചു. ഇവരൊക്കെ അങ്ങ് സ്വർഗത്തിൽ പോയോ? ഇല്ല. അതുകൊണ്ട് ദയവേത് ഈ അത്ഭുതം അടയാളമൊക്കെ കണ്ടതുകൊണ്ട് നിങ്ങളൊക്കെ രക്ഷിക്കപ്പെട്ടവരാണെന്ന് വിചാരിക്കരുത്. നിങ്ങൾ ഉള്ളത്തോട് തന്നെ ചോദിക്കുക, എൻ്റെ വിശ്വാസം എവിടാണ് ഞാൻ ആശ്രയം വെച്ചിരിക്കുന്നത്? ആശ്രയം പ്രവൃത്തികളിലല്ല, പ്രാർത്ഥനയിലല്ല, എൻ്റെ ഒരു മതപരമായ സൽപ്രവൃത്തികളിലുമല്ല. യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ച് പുനരുത്ഥാനം പ്രാപിച്ച് എനിക്ക് വേണ്ടി വലതുഭാഗത്ത് പോയി പക്ഷവാതം കഴിക്കുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ രക്ഷിക്കപ്പെടുന്നത്. കർത്താവ് 7-ാം നാൾ പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായി തൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചതുപോലെ അവനിൽ വിശ്വസിക്കുന്നവനും പ്രവൃത്തികളിൽ നിന്ന് വിരമിക്കണം. പ്രവൃത്തികളിലുള്ള ആശ്രയത്തിൽ നിന്ന് വിരമിക്കണം. അതാണ് വിശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ? വിശ്രമ ജീവിതം നമ്മൾ പറയാറില്ലേ? 60 വയസ്സായി റിട്ടയർ ചെയ്തു, ഇനി വിശ്രമ ജീവിതം. തൻ്റെ പ്രവൃത്തികൾ തീർന്നു എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതെ കട്ടിലിൽ കിടക്കുക എന്നല്ല എൻ്റെ അർത്ഥം.
പക്ഷെ തൻ്റെ ആയുസ്സിൻ്റെ പ്രവൃത്തി ദിനങ്ങൾ കഴിഞ്ഞു എന്ന് പറഞ്ഞതുപോലെ രക്ഷയെക്കുറിച്ച് നമുക്ക് ഇനി പ്രവർത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ ദൈവം പ്രവർത്തിച്ചു നമുക്ക് വേണ്ടി. ഇനി അതിൽ ആശ്രയിക്കുക, അടങ്ങിപ്പാർക്കുക. അത് രക്ഷയുടെ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്, വാഗ്ദത്തം ഏത് വിഷയത്തെക്കുറിച്ചായാലും അങ്ങനെ തന്നെയാണ്. എന്നോട് ദൈവം പറയാണ് എൻ്റെ മോളുടെ കല്യാണം ദൈവം നടത്തിക്കൊള്ളുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ സ്വമേധാ പ്രവർത്തികളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കർത്താവിന് വേണ്ടി കാത്തിരുന്നിട്ട് അവൻ പറയുമ്പോൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്താൽ മാത്രം മതി. അല്ലാതെ ആ വിഷയത്തിൽ ഒരു ഐഡിയ ഇല്ലാത്ത പോലെ ഇങ്ങനെ കറങ്ങി നടക്കേണ്ട ആവശ്യമില്ല. വാഗ്ദത്തം ലഭിച്ചാൽ അതിൽ വിശ്രമിക്കണം, പ്രവൃത്തികളിൽ നിന്ന് വിരമിച്ച് വിശ്രമിക്കണം. അതാണ് ആശ്രയത്തിൻ്റെ വിശ്രമം. പ്രിയപ്പെട്ടവരെ, പ്രിയജനമേ, ദീർഘക്ഷമയോടുള്ള വിശ്വാസം നിങ്ങൾക്ക് ദൈവം നൽകട്ടെ. കൂടുതൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ പക്ഷേ പറയുന്നില്ല. ഒരു കാര്യം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 10:9 മുതൽ 11. എനിക്ക് ദീർഘക്ഷമയുള്ള വിശ്വാസമുണ്ടോ ഇല്ലെന്നറിയാൻ ഈ ഒരു പരീക്ഷ നടത്തിയാൽ മതി. 1 കൊരിന്ത്യർ 10:9 മുതൽ 11 വരെ. അവർ ചിലർ പരീക്ഷിച്ചു, ദൈവം സർപ്പത്തെ അയച്ച് അവരെ നശിപ്പിച്ചു. അതുകൊണ്ട് നമ്മളും കർത്താവിനെ പരീക്ഷിക്കരുത്. അടുത്ത വാക്യം, പിറുപിറുത്തു. അതാണ് ലക്ഷണം. വാഗ്ദത്ത നിവൃത്തിക്കായിട്ട് കാത്തിരിക്കുമ്പോൾ പിറുപിറുപ്പ് കയറി വരുന്നുണ്ടോ? മനസ്സിലാക്കിക്കോ, വിശ്വാസത്തിനൊരു ദീർഘക്ഷമയുമില്ല. മരുഭൂമിയിലെ തലമുറ ചെയ്ത പാപമാണ് പിറുപിറുപ്പ്. നമ്മൾ നേരത്തെ പുറപ്പാട് പുസ്തകം 17 വായിച്ചപ്പോഴും കേട്ട കാര്യമാണ്. പിറുപിറുത്തു അവർ. മോശയോട് പിറുപിറുത്തു, ഞങ്ങളുടെ ഇടയിൽ ദൈവമൊന്നും ഇല്ലല്ലോ, ഞങ്ങളെ കൊല്ലാനാണല്ലോ കൊന്നത്, ഞങ്ങളെ പറ്റിക്കാനാണല്ലോ ഇത് ചെയ്തത്. പിറുപിറുപ്പ് വിശ്വാസത്തിന്റെ ലക്ഷണമല്ല. അത് ദീർഘക്ഷമയില്ലാത്ത ദുഷ്ടഹൃദയമായ അവിശ്വാസത്തിന്റെ ലക്ഷണമാണ്. പ്രിയപ്പെട്ടവരെ, 11ാമത്തെ വാക്യം കൂടെ വായിക്കാം. നമുക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ട് പഴയ നിയമത്തിലെ ഈ സംഭവകഥ എഴുതിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബുദ്ധി ഉപദേശിക്കുക എന്നാണ് മലയാളം ബൈബിളിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ യവന ഭാഷയിൽ അതല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് മുന്നറിയിപ്പായിട്ട്. തമിഴ് ബൈബിളിലും അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. എച്ചരിപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുന്നറിയിപ്പാണ്, താക്കീതാണ്. ഇതുപോലൊക്കെ നടക്കുകയാണെങ്കിൽ ഇവരുടെ അന്ത്യം തന്നെ നിങ്ങൾക്കും വരുമെന്ന്. ബുദ്ധി ഉപദേശിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഒരു മുന്നറിയിപ്പിൻ്റെതായ ഒരു ഭീഷണി അതിനകത്തില്ല. മര്യാദക്ക് നടന്നില്ലെങ്കിൽ അടി കിട്ടും എന്ന് പറയുന്നതും മര്യാദക്കൊക്കെ നടക്കണേ എന്ന് പറയുന്ന തമ്മിൽ വ്യത്യാസമുണ്ട്. ബുദ്ധി ഉപദേശിക്കുക എന്നാണ് മലയാളത്തിൽ പറഞ്ഞത്. അത് മുന്നറിയിപ്പാണ്, താക്കീതാണിത്. അവരെ പോലെ പിറുപിറുപ്പ് നടക്കുന്നവർക്ക് അന്ത്യം നാശമായിരിക്കും. അത് വിശ്വാസത്തിൻ്റെ ലക്ഷണമല്ല. ഫിലിപ്പ് ലേഖനം 2:14 പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ എല്ലാ കാര്യങ്ങളും പിറുപിറുപ്പ് കൂടാതെ ചെയ്യണം, എങ്കിലേ നിങ്ങൾ ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളായിട്ട് കാണപ്പെടുകയുള്ളൂ. ദൈവമക്കളുടെ ഒരു ലക്ഷണമായിരിക്കണം ഒരു പിറുപിറുപ്പ് കൂടാതെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. എന്താ പിറുപിറുപ്പ് വരുന്നതിൻ്റെ കാരണം? ക്ഷമ നശിക്കുമ്പോൾ ആ ഫ്രസ്ട്രേഷൻ വായിക്കൂടെ പുറത്തു വരുന്നതിനാണ് പിറുപിറുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ദീർഘക്ഷമ ഇല്ല എന്ന് കാണിക്കുകയാണ്, അല്ലേ? എന്താ നമുക്ക് ആവശ്യം ഉയരത്തിൽ നിന്ന് ദൈവം ശക്തി നൽകണം. അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. കൊലോസ്യ ലേഖനം 1:11 വാക്യം. അത് പൗലോസിന്റെ ഒരു പ്രാർത്ഥനയാണ്. കൊലോസ്യ ലേഖനം 1:11. സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിന് ഒത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്ന് കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിക്കുകയാണ്. 13ാമത്തെ വാക്യം. സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുവാനും, അല്ലേ? അപ്പൊ 2 കാര്യങ്ങൾ കേട്ടോ. സകല സഹിഷ്ണുതയും ദീർഘക്ഷമയും ലഭിക്കണമെങ്കിൽ എന്ത് വേണം? ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കണം. അവന്റെ മഹത്വത്തിന് വല്ലഭത്വത്തിന് ഒത്തവണ്ണമുള്ള പൂർണ്ണ ശക്തി പ്രാപിക്കണം. പരിശുദ്ധാത്മ ശക്തി ലഭിച്ചാലേ ഈ ദീർഘക്ഷമയും സഹിഷ്ണുതയും കടന്നു വരികയുള്ളൂ. അങ്ങനെ പരിശുദ്ധാത്മ ശക്തി കടന്നു വന്ന് ദീർഘക്ഷമ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിന്റെ തെളിവായിട്ട് അധരങ്ങളിലൂടെ കടന്നു വരുന്നത് എന്തായിരിക്കും? സന്തോഷത്തോടുകൂടെയുള്ള സ്തോത്രം. വെറുതെ സ്തോത്രം എന്നുള്ള വാക്ക് പറച്ചിലല്ല, അല്ലെ? ഞാൻ സ്ഥിരം ഇവിടെ വരുമ്പോൾ ഞാൻ ശകാരിക്കുന്ന ഒരു വിഷയമാണ്. ചുമ്മാ സ്തോത്രം പറയുന്നതിലൊന്നും കാര്യമില്ല.
അത് എന്ത് വാക്ക് പറഞ്ഞിട്ടും കാര്യമില്ല, മന്ത്രമല്ല ഇത്. എന്താണ്? സന്തോഷത്തോടെ, എൻ്റെ ഹൃദയം സന്തോഷിക്കുന്ന നിമിത്തം എൻ്റെ വായിൽ കൂടെ സ്തോത്രം വരുന്നു. അപ്പോ ദീർഘക്ഷമയില്ലാത്തവൻ എന്താ ചെയ്യുന്നത്? പിറുപിറുക്കും. ദീർഘക്ഷമയുള്ള വിശ്വാസമുള്ളവൻ പരിശുദ്ധാത്മ ശക്തി കാരണം സകല സഹിഷ്ണുതയും കാണിച്ചുകൊണ്ട് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കും. 3 വർഷമായി വാഗ്ദത്ത നിവൃത്തി സംഭവിച്ചിട്ടില്ല, 10 വർഷമായി കാത്തിരിക്കുന്നു, സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കടന്നു വന്നപ്പോഴാണെന്ന് തോന്നുന്നു, ഞാൻ അമേരിക്കയിൽ പോയ കഥ പറഞ്ഞു. 10 വർഷം ഞാൻ കാത്തിരുന്നു. വിശ്വാസത്താലാണ് ഞാൻ അമേരിക്കയിൽ പോയത്. ഒരു വ്യക്തിയോട് ഒരു രൂപ പോലും ചോദിച്ചിട്ടില്ല, ഒരാളോട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. എൻ്റെ കീശയിൽ പൈസയും ഇല്ലായിരുന്നു. ഒരു ദിവസമായപ്പോൾ ദൈവം കോടികൾ ഒരുക്കി എന്നെ വിളിച്ചു, ബാ മോനെ പോകാമെന്ന്. അതുകൊണ്ട് എനിക്കറിയാം കാത്തിരിപ്പ് എത്രമാത്രം പ്രയാസമുള്ളതാണ്. പക്ഷെ അതിൻ്റെ മധ്യത്തിൽ പരിശുദ്ധാത്മ ശക്തി, ശരിയായിട്ടുള്ള പരിശുദ്ധാത്മ ശക്തി, ബളം വെക്കലും തുള്ളിച്ചാടലും ഒന്നുമല്ല, ഈ കപട ശക്തിയല്ല, ശരിക്കുള്ള ആത്മാവിന്റെ ശക്തി പ്രാപിച്ചവൻ എത്ര സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിനും മധ്യത്തിൽ സഹിഷ്ണുതയോടെ ദൈവത്തിന് വേണ്ടി കാത്തിരുന്ന സന്തോഷത്തോടെ അവനെ സ്തുതിക്കുന്നവനായിരിക്കും. പിറുപിറുപ്പ് അവൻ്റെ വായിൽ വരികയില്ല. പിറുപിറുപ്പ് എന്ന പാപം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, മരുഭൂമിയിലുള്ള തലമുറയുടെ ഗതി നിങ്ങൾക്ക് വരും. അതുകൊണ്ട് പിറുപിറുപ്പ് എന്നുള്ള പാപം ദയവായി മാനസാന്തരപ്പെടുക. വാഗ്ദത്തം ലഭിച്ചവരൊക്കെ കൈപൊക്കിയവരുണ്ട് ഒരുപാട് പേര്. വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ, അതിനെ അവകാശമാക്കുന്നവരാകണമെങ്കിൽ വിശ്വാസത്തോടും ദീർഘക്ഷമയോടും കാത്തിരിക്കണം. എല്ലാവർക്കും കണ്ണുകൾ അടയ്ക്കാം. മനം തിരിഞ്ഞ് അടങ്ങിപ്പാർക്കുന്നതിൽ നിങ്ങളുടെ രക്ഷ, ആശ്രയത്തിലും വിശ്രമത്തിലും നിങ്ങളുടെ ബലം. വാഗ്ദത്തം ലഭിച്ചിട്ട് കർത്താവിൽ അടങ്ങിയിരിക്കുന്നുണ്ടോ? ദൈവം പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു കൊള്ളുമെന്ന് പറഞ്ഞ് അവനിൽ സ്വസ്ഥതയോടെ ഇരിക്കുന്നുണ്ടോ? അതോ കാലം കടന്നു പോകും തോറും ഭീതിയും ഭയവും വെപ്രാളവും ഒക്കെ കടന്നു വന്നിട്ട് അവൻ്റെ വിശ്രമത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നുണ്ടോ? അവിശ്വാസം ഉള്ളിൽ കടക്കുന്നുണ്ടോ? പ്രിയ ജനമേ, ദീർഘക്ഷമയുള്ള വിശ്വാസം ദൈവം നിങ്ങൾക്ക് ഏവർക്കും പ്രദാനം ചെയ്യട്ടെ. അവനിലേക്ക് മടങ്ങി വരാം. നിങ്ങൾക്ക് ദൈവം വാഗ്ദത്തം ചെയ്ത ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ദൈവത്തെ മറന്ന് അതിന് പകരമായിട്ട് മാനുഷികമായ എന്തെങ്കിലും ഒരു വഴി തേടി പോയിട്ടുണ്ടെങ്കിൽ ഇന്നത് മാനസാന്തരപ്പെട്ട് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം പറഞ്ഞ ആ വാഗ്ദത്തത്തിലേക്ക് മടങ്ങി വന്ന് അവനിൽ മാത്രം വിശ്വസിച്ച് അടങ്ങിയിരിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുക. ദൈവമേ, നീ പറഞ്ഞതുകൊണ്ട് ഞാൻ അടങ്ങിയിരിക്കും. നീ പറഞ്ഞതുകൊണ്ട് ഞാൻ നിന്റെ സ്വസ്ഥതയിൽ വിശ്വാസത്താൽ പ്രവേശിച്ച് അടങ്ങിയിരിക്കും. കർത്താവ് പറഞ്ഞത് അവൻ ചെയ്യുക തന്നെ ചെയ്യും. അവനത് ചെയ്യുക തന്നെ ചെയ്യും. കാലതാമസം വരുത്തുക എന്ന് പറയുന്നത് അവൻ്റെ ഉദ്ദേശമല്ല. നമ്മൾ പലപ്പോഴും അനുസരിക്കാത്തത് കൊണ്ടും അടങ്ങിയിരിക്കാത്തതും കൊണ്ടാണ് കാലതാമസം കടന്നു വരുന്നത്. അതുകൊണ്ട് ദൈവജനമേ, മടങ്ങി വരിക, അവനിലേക്ക് മടങ്ങി വരിക. ദൈവത്തിൽ ഉള്ള വിശ്വാസം, ദൈവപ്രവൃത്തിയിലുള്ള വിശ്വാസമല്ല, ദൈവത്തിലുള്ള വിശ്വാസം. യഹോവയിൽ തന്നെ ആശ്രയം വെച്ചിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആ ഭാഗ്യവാന്മാരാകുവാൻ നിങ്ങളെവരെയും ദൈവം സഹായിക്കട്ടെ. ഉയരത്തിൽ നിന്നുള്ള ശക്തിക്കായിട്ട് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മ ശക്തിക്കായിട്ട് പ്രാർത്ഥിക്കാം. അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്വത്തിനൊത്തവണ്ണമുള്ള പൂർണ്ണ ശക്തി പ്രാപിച്ച് സകല സഹിഷ്ണുതയും ദീർഘക്ഷമയും ഞങ്ങളിൽ തരുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സന്തോഷത്തോടെ സ്തോത്രം പറയുന്നൊരു ജനമായി മാറുവാനായിട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന വലിയവനായ കർത്താവേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവെ, വിശ്വാസത്തോടും ദീർഘക്ഷമയോടും വാഗ്ദത്തം അവകാശമാക്കിയവരുടെ അനുകാരികളാകുവാൻ വിളിക്കപ്പെട്ട ഞങ്ങൾ ആദ്യ വിശ്വാസവും ആദ്യ ഉത്സാഹവും അവസാനത്തോളം കാത്തു സൂക്ഷിച്ച് വാഗ്ദത്ത നിവർത്തി കാണുന്ന അനുഗ്രഹീത ജനമാക്കി ഞങ്ങളെ നീ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാത്തിരിപ്പിൻ്റെ ആ കാലതാമസത്തിൽ കർത്താവെ പലപ്പോഴും മനം മടുത്തു പോകാറുണ്ട്, മുഷിഞ്ഞു പോകാറുണ്ട്, കർത്താവ് മടുത്തു പോകാറുണ്ട്. പക്ഷെ നിന്റെ വചനം പറയുന്നു, മടുത്തു പോകാതെ പ്രാർത്ഥിപ്പീൻ. ദൈവം തൻ്റെ വൃതന്മാരോട് വേഗത്തിൽ പ്രതിക്രിയ ചെയ്യുമെന്ന് കർത്താവിന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. കർത്താവ് മടുത്തു പോകാതെ വാഗ്ദത്ത നിവർത്തിക്കായിട്ട് കണ്ണു നട്ടിരിക്കുന്നവരായിട്ട് കർത്താവെ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. അതിനായിട്ടുള്ള ശക്തിയും ബലവും സഹിഷ്ണുതയും ദീർഘക്ഷമയും ഞങ്ങൾക്ക് ഇല്ലെന്ന് ഏറ്റുപറയുന്നു. ഉയരത്തിൽ നിന്ന് പരിശുദ്ധാത്മ ശക്തി ഞങ്ങൾക്ക് പകർന്നു നൽകണമേ. അഭിഷേകത്തിന്റെ നിറവ് കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ദീർഘക്ഷമ ഉളവാക്കി ശരിയായ പക്വതയുള്ള വിശ്വാസം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യേശു ക്രിസ്തുവിൽ അടങ്ങിപ്പാർത്ത്
ദൈവമായ കർത്താവെ, നീ ഞങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന സകലതും പ്രാപിക്കുന്ന ഒരു ജനമാക്കി ഞങ്ങളെ നീ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ട വചനം കർത്താവെ ദുഷ്ടൻ എടുത്തുകൊണ്ട് കളയാതെ കർത്താവെ, അത് കർത്താവെ സൂക്ഷിച്ച് ദീർഘക്ഷമയോടെ ഫലം കായ്ക്കുന്ന ജനമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇത്രത്തോളം ഈ വചന ശുശ്രൂഷ അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. സകല മാനവും മഹത്വം അങ്ങേക്ക് കരയറ്റുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഈ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.